നമസ്കാരം. സെക്സ് ജോക്കുകൾ കലർത്തി ക്ലാസുകൾ. ഓൺലൈൻ ക്ലാസ്സിനിടെ നഗ്നതാ പ്രദർശനം. MS സൊല്യൂഷൻ സിഇഒക്കെതിരെ കൊടുവള്ളി പോലീസ് അന്വേഷണം. ക്ലാസ്സിൽ തമാശ പറയുമെന്നതല്ലാതെ അശ്ലീലം പറയാറില്ലെന്ന് സിഇഒ ഷുഹൈബ്. MS സൊല്യൂഷൻ സിഇഒക്കെതിരെ കൊടുവള്ളി പോലീസ് നടപടിയെടുത്തു. കോവിഡ് കാലത്തിനു ശേഷം കേരളത്തിൽ വളർന്ന പുതിയൊരു സംഭവമാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. യൂട്യൂബിലും വാട്സപ്പിലും പല ആപ്പുകളിലൂടെയും ഇവർ നടത്തുന്ന ട്യൂഷന് ഏറെ വിദ്യാർത്ഥികളുണ്ട്. അശ്ലീല തമാശകൾ പറഞ്ഞ് കുട്ടികളെ ആകർഷിക്കുന്ന ഇവരുടെ രീതിയെക്കുറിച്ച് നേരത്തെ തന്നെ പരാതിയുമുണ്ട്. സെക്സ് ജോക്കുകൾ പറഞ്ഞാണ് ഒരു പ്രമുഖ ചാനലിൽ മാത്സ് ക്ലാസുകൾ തന്നെ നടക്കുന്നത്. ഇവർ തമ്മിലുള്ള കിടമത്സരം വർദ്ധിച്ചതോടെ ഇപ്പോൾ ചോദ്യപേപ്പർ വരെ ചോരുകയാണ്. ക്രിസ്മസ് പരീക്ഷയുടെ 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിന്റെയും +1 ഗണിതത്തിന്റെയും ചോദ്യങ്ങൾ ചോർന്നിരിക്കുകയാണ്. ആരോപണങ്ങൾ ഏറെയും കോഴിക്കോട്ടെ MS സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന് നേരെയാണ്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിനിടെ അശ്ലീല പരാമർശം നടത്തിയെന്ന പരാതിയിൽ MS സൊല്യൂഷൻ സിഇഒ ഷുഹൈബിനെതിരെ കൊടുവള്ളി പോലീസ് നടപടി ആരംഭിച്ചിരുന്നു. ചോദ്യക്കടലാസ് ചോർത്തി എന്ന കേസിൽ MS സൊല്യൂഷൻസിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നതിനിടെയാണ് കൊടുവള്ളി സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയത്. ഓൺലൈൻ ക്ലാസ്സിനിടെ നഗ്നതാ പ്രദർശനം നടത്തിയെന്നും പാഠഭാഗങ്ങൾ അശ്ലീലം കലർത്തിയാണ് പഠിപ്പിക്കുന്നതെന്നും ആരോപിച്ചാണ് പരാതി നൽകിയത്. ചോദ്യക്കടലാസ് ചോർന്നുവെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് AYF പരാതിയുമായി എത്തിയത്. മുണ്ടുപോക്കുന്നത് ഉൾപ്പെടെയുള്ള വീഡിയോകളാണ് യൂട്യൂബിൽ ഷെയർ ചെയ്തിരുന്നത്. എന്നാൽ സംഭവം വിവാദമായതോടെ സമൂഹ മാധ്യമത്തിൽ നിന്നുൾപ്പെടെ വീഡിയോകൾ നീക്കം ചെയ്തു. വീഡിയോയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകണമെന്ന് മെറ്റയോട് പോലീസ് ആവശ്യപ്പെട്ടു. MS സൊല്യൂഷൻസിന്റെ യൂട്യൂബ് അക്കൗണ്ടിന് 1.31 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത്. ചൊവ്വാഴ്ച രാത്രിയും യൂട്യൂബിലൂടെ ഷുഹൈബ് കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യങ്ങൾ പങ്കുവച്ചു. 40 മാർക്കിൽ 32 മാർക്കിന്റെ ചോദ്യവും ഷുഹൈബ് പറഞ്ഞതായിരുന്നു പരീക്ഷയ്ക്ക് വന്നത്. ഇതോടെ കെമിസ്ട്രിയുടെ ചോദ്യക്കടലാസും ചോർന്നുവെന്ന് ആരോപണമുയർന്നു. എന്നാൽ താൻ ചോദ്യപേപ്പർ ഒരിക്കൽ പോലും ചോർത്തിയിട്ടില്ലെന്ന് MS സൊല്യൂഷൻസിന്റെ CEO M ഷുഹൈബ് പ്രതികരിച്ചു. ചോദ്യങ്ങൾ പ്രവചിക്കുകയാണ് ചെയ്യുന്നതെന്നും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും ചോദ്യങ്ങൾ പ്രവചിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. SSLC കെമിസ്ട്രി പരീക്ഷയിൽ താൻ പ്രവചിച്ച 4 ചോദ്യങ്ങൾ മാത്രമാണ് വന്നതെന്നും ഷുഹൈബ് പ്രതികരിച്ചിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം നടക്കുമ്പോൾ കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യങ്ങൾ പ്രവചിച്ച് വീഡിയോ പുറത്തുവിട്ടത് വിദ്യാഭ്യാസ വകുപ്പിനോടുള്ള വെല്ലുവിളിയായി കാണേണ്ടതില്ല. ക്ലാസ് കഴിഞ്ഞിരുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ലൈവ് വന്നത്. മറ്റൊരു സ്ഥാപനമായ സൈലം പ്രവചിച്ച 18 ചോദ്യങ്ങൾ അതേ രീതിയിൽ വന്നിട്ടും തന്നെ മാത്രം ക്രൂശിക്കുകയാണ്. ഈ മേഖലയിൽ ചോദ്യപേപ്പർ ചോർത്തപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നില്ല. സ്കൂൾ അധ്യാപകർ ആരും സ്ഥാപനവുമായി ബന്ധപ്പെട്ടും പ്രവർത്തിക്കുന്നില്ല. അശ്ലീല പരാമർശങ്ങൾ അടങ്ങിയ ക്ലാസുകൾ ഇതുവരെ എടുത്തിട്ടില്ലെന്നും ഷുഹൈബ് പറഞ്ഞു.